1 മണിക്കൂർ 26 മിനിറ്റ് നീണ്ടുനിന്ന ബജറ്റ് അവതരണമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തുന്ന പതിവ് ഉണ്ടായെങ്കിൽ ഇക്കുറി കേരളമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പരിഗണന ഒന്നും തന്നെ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. ഒറ്റനോട്ടത്തിൽ കേരളത്തിന് നിരാശ സമ്മാനിക്കുന്ന ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മെട്രോമാൻ ഇ ശ്രീധരനും രംഗത്തിറങ്ങിയതുവഴി കേരളം ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന് എയിംസും, രണ്ടാമതായി അതിവേഗ റെയിൽവേയും. ഈ രണ്ട് പദ്ധതികളെക്കുറിച്ചും ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇത് കേരളത്തിന്റെ പ്രതീക്ഷകളെ നിരാശപ്പെടുത്തുന്നതായി. കേരളത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യങ്ങളൊന്നും തന്നെ ഇക്കുറിയും അനുവദിക്കാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തയ്യാറായില്ല. ധാതു ഇടനാഴിയും കടലാമ ഗവേഷണ കേന്ദ്രവും മാത്രമാണ് കേരളത്തിനായി ധനമന്ത്രി പ്രഖ്യാപിച്ചത്. വർഷങ്ങളായുള്ള എയിംസ് എന്ന ആവശ്യം ഇക്കുറിയും തഴയപ്പെട്ടു. രാജ്യത്ത് 7 അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിലും കേരളം ഉൾപ്പെട്ടിട്ടില്ല. ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ ഇടനാഴി സംബന്ധിച്ച പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അതും ബജറ്റിലുണ്ടായില്ല. വിഴിഞ്ഞം തുറമുഖവും പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. സംസ്ഥാനത്തിന് 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കം അനുവദിക്കുമെന്നും പ്രതീക്ഷയുണ്ടായിരുന്നു. അതും തഴയപ്പെട്ടു. അമേരിക്കൻ ഇറക്കുമതി നയത്തിലുണ്ടായ മാറ്റം മൂലം സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടിപ്പരിപ്പ്, ടെക്സ്റ്റൈൽസ് എന്നിവയുടെ കയറ്റുമതിയിൽ വർഷം 2,500 കോടി രൂപയുടെ വരുമാന നഷ്ടം കേരളത്തിനുണ്ട്. GST നിരക്ക് പരിഷ്കരണത്തിന്റെ ഭാഗമായി വാർഷിക വരുമാനത്തിൽ 8,000 കോടി രൂപയുടെ കുറവുണ്ടാകുന്നു. ഇതെല്ലാം കേരളത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കാൻ മതിയായ കാരണങ്ങളാണെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. അതും നിരസിക്കപ്പെട്ടിരിക്കുന്നു. വായ്പാ പരിധി ഉയർത്തൽ, GST, നഷ്ടപരിഹാരം പുനഃസ്ഥാപിക്കൽ, അംഗൻവാടി, ആശ ഉൾപ്പെടെ സ്കീം വർക്കർമാരുടെ വേതനം ഉയർത്തൽ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ കേരളം കേന്ദ്ര സർക്കാരിന് മുമ്പാകെ മുന്നോട്ട് വെച്ചുവെങ്കിലും അതെല്ലാം പൂർണ്ണമായും തഴയപ്പെട്ടുവെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിവേഗ റെയിൽ പദ്ധതിയിൽ കേരളത്തെ തഴഞ്ഞ കേന്ദ്ര സർക്കാർ 7 അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് ഒന്നും തന്നെയില്ല. പൂനെ മുംബൈ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബംഗളൂരു, ബംഗളൂരു ചെന്നൈ, ഹൈദരാബാദ് ചെന്നൈ, ഡൽഹി വാരാണസി, വാരാണസി സിലിഗുരി എന്നിവയാണ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച 7 റെയിൽ ഇടനാഴികൾ. പടിഞ്ഞാറ്, തെക്ക്, വടക്കു കിഴക്കൻ മേഖലകളെ ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതിയെന്ന് ധനമന്ത്രി പറഞ്ഞു. ടയർ 2, ടയർ 3 നഗരങ്ങളെ പ്രധാന നഗര കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും റോഡ്, ഹ്രസ്വദൂര വിമാനയാത്രകൾക്ക് ബദലായി വൃത്തിയുള്ളതും വേഗതയേറിയതുമായ റെയിൽവേ യാത്ര ലക്ഷ്യമിട്ടുള്ളതാണ് അതിവേഗ റെയിൽ ഇടനാഴി. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാടിന് ബംഗളൂരു, ഹൈദരാബാദ് എന്നിവയെ ബന്ധപ്പെടുത്തി 2 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രം ചുമതലപ്പെടുത്തിയതായി വ്യക്തമാക്കി മെട്രോമാൻ ഇ ശ്രീധരൻ അതിവേഗ റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് വരെ 2.5 മണിക്കൂർ കൊണ്ട് എത്താവുന്ന പദ്ധതിയാണ് ശ്രീധരൻ പ്രഖ്യാപിച്ചത്. കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ട ശ്രീധരൻ പദ്ധതി തുടങ്ങുന്നതിന്റെ ഭാഗമായി ഓഫീസും ആരംഭിച്ചിരുന്നു. ഈ പദ്ധതിക്ക് ബദലായി സംസ്ഥാന സർക്കാർ അതിവേഗ റെയിൽ പദ്ധതിയായി RRTS പ്രഖ്യാപിച്ചു. ഈ പദ്ധതി മണ്ടൻ പദ്ധതിയാണെന്ന് വിമർശിച്ച് ഈ ശ്രീധരൻ രംഗത്ത് വരികയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊഴുക്കുന്നതിനിടെ അതിവേഗ റെയിൽ പദ്ധതി സംബന്ധിച്ച കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയ്ക്കിടയിലാണ് കേരളത്തെ അവഗണിച്ചിരിക്കുന്നത്.